കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് അപകടത്തിൽ മരിച്ച നേധ്യ രാജേഷിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ സഹപാഠികളും നാട്ടുകാരും ആദരാഞ്ജലി അർപ്പിച്ചു. അതേസമയം അപകട സമയത്ത് ഡ്രൈവർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട സംഭവത്തിൽ സൈബർ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. കൂട്ടിന് കളിച്ചിരികളും പാഠപുസ്തകങ്ങളും ഇല്ലാതെ ഒരിക്കൽ കൂടി നേധ്യ വിദ്യാലയത്തിന്റെ പടി കടന്നെത്തി. അവസാനമായി ഒരു നോക്ക് കാണാനായി കാത്തിരുന്ന സഹപാഠികൾക്കും അധ്യാപകർക്കും മുന്നിലേക്കാണ് സങ്കടക്കടലായി അവൾ എത്തിയത്. വിങ്ങിപ്പൊട്ടി കണ്ണു നിറഞ്ഞ് അധ്യാപകരും വിദ്യാർത്ഥികളും നേധ്യയെ ഒരു നോക്ക് കണ്ടു. 20 മിനിറ്റോളമാണ് ചിന്മയ വിദ്യാലയത്തിൽ പൊതുദർശനം നടന്നത്. നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തി. ചൊർക്കള മഞ്ചാലിലെ വീട്ടിലും നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. തുടർന്ന് മഞ്ചാലിലെ സമുദായ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. അതിനിടെ അപകട സമയത്ത് ഡ്രൈവർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട സംഭവത്തിൽ സൈബർ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്. ജനം, കണ്ണൂർ.